കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമത്തിലെ വാഗ്ദാനങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ. കൃത്യമായ ഇടവേളകളിൽ പദ്ധതിയുടെ പുരോഗതി മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വിലയിരുത്തും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനും സംവിധാനമൊരുക്കും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേർന്നു. നിതിൻ, അന്ന് തന്നെ അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ വരുന്നത് ചുവപ്പ് നാടയിൽ കുടുങ്ങിപ്പോവില്ലെന്ന് സംരംഭകർക്ക് ഉറപ്പുകൊടുത്തതാണ്. ഒരു ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ വരുന്ന നിക്ഷേപ വാഗ്ദാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഗുഡ് മോർണിംഗ് നിതിൻ. ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപം അത് വലിയ വിജയമായി തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത്. 1 ലക്ഷം കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിച്ചിടത്ത് ഏതാണ്ട് 1,52,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വിജയമായി തന്നെ അതിനെ കണക്കാക്കാം. നിരവധി നിക്ഷേപകർ കേരളത്തിൽ നിക്ഷേപിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിന്റെ താല്പര്യപത്രം എന്തായാലും സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഏതാണ്ട് 66 കമ്പനികൾ 500 കോടിക്ക് മുകളിലാണ് നിക്ഷേപം കേരളത്തിലായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 24 IT കമ്പനികളുണ്ട്. അങ്ങനെ 8,500 കോടി രൂപയുടെ നിക്ഷേപം IT മേഖലയിൽ മാത്രം ഉണ്ടാകും. 60,000-ലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അങ്ങനെ വലിയൊരു മാറ്റത്തിനാണ് കഴിഞ്ഞ 2 ദിവസമായി കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമം ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത്. എന്തായാലും ചുവപ്പ് നാടയിൽ കുരുങ്ങി പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട മുൻകാല അനുഭവമെല്ലാം തന്നെ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നിക്ഷേപ സംഗമത്തിന് ശേഷം അത്തരമൊരു നീക്കം എന്തായാലും അത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകില്ല, അലസത ഉണ്ടാകില്ല എന്നൊരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വേഗത്തിൽ തന്നെ ഈ പദ്ധതികൾ നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കും. അതിനായി ഒരു ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ തന്നെ ഈ സംവിധാനം ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്ലാന്റേഷൻ ഭൂമി മറ്റ് വ്യവസായങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമ ഭേദഗതിയൊക്കെ വേണ്ടിവരും. അതിനായി ഒരു മന്ത്രിതല ഉപസമിതി രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രിയും റവന്യൂ മന്ത്രി ഉൾപ്പെടുന്ന ഒരു മന്ത്രിതല ഉപസമിതി അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. 3 വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ നിക്ഷേപ സംഗമം നടത്താനാണ് തീരുമാനം. എന്തായാലും കൃത്യമായ ഇടവേളകളിൽ മുഖ്യമന്ത്രി തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഈ നിക്ഷേപക സംഗമത്തിന്റെ ഒരു വിലയിരുത്തൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പരമാവധി വേഗത്തിൽ ഈ നിക്ഷേപക സംഗമം നടത്തിയ ഈ താല്പര്യപത്രം നൽകിയവർക്ക് അതിൻ്റെതായ തുടർ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിക്ഷേപകർക്ക് കൃത്യമായി ഇടവേളകൾ അതിൻ്റെ എല്ലാം തന്നെ വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള ടോൾ ഫ്രീ നമ്പറും ഇമെയിലും പുറത്തിറക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വലിയ വിജയമായ നിക്ഷേപ സംഗമം അതിൻ്റെ ഒരു തുടർ നടപടി സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ നിക്ഷേപകളെ ആകർഷിക്കാനുള്ള നടപടികൾ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ വിജയമായി തന്നെ കണക്കാക്കുന്നു. 1,52,000-ലധികം കോടി രൂപയുടെ നിക്ഷേപപത്രം, 374 താല്പര്യപത്രങ്ങളെല്ലാം കമ്പനികളാണ് ഇവിടെ കേരളത്തിൽ നിക്ഷേപം നടത്താൻ താല്പര്യപത്രവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ഒരു മാറ്റത്തിന് തന്നെ കേരളം വഴിയൊരുങ്ങുന്നു എന്ന് തന്നെ പറയാം. ഹാഷ്മി, നിതിൻ അംബുജനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വലിയ വലിയ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് നമുക്ക് ഇൻവെസ്റ്റർ മീറ്റിലൂടെ ഉണ്ടായത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ മറ്റ് തർക്കങ്ങളോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ അതിനെ യാഥാർത്ഥ്യമാക്കും എന്നാണ് സർക്കാർ പറയുന്നത്. നല്ല കാര്യം, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.